നടി ഹണി റോസിനെതിരായ സൈബർ ആക്രമണ കേസിൽ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ എന്നാണ് മനസ്സിലാവുന്നത്. കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം വയനാട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. വയനാട്ടിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ ചേരുന്നുണ്ട്. രതീഷ, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതായത് ഹണി റോസിന്റെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അദ്ദേഹം വയനാട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? എറണാകുളം സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ബോച്ചെ 1000 ഏക്കറിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ബോച്ചെ 1000 ഏക്കറിൽ വെച്ചാണ് സെൻട്രൽ പോലീസ് അദ്ദേഹത്തെ കോയമ്പത്തൂരിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെ കാർ വളഞ്ഞിട്ട് ഈ സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ പുത്തൂർ വയലുള്ള എയർ ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ വിശദമായി ഉൾപ്പെടെയുള്ള ചോദ്യം ചെയ്യലും അതോടൊപ്പം തന്നെ മറ്റു പരിശോധനകളൊക്കെ തന്നെ പൂർത്തിയാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ എസ്റ്റേറ്റിലേക്ക് എത്തിയത്. പിന്നീട് ഇത്തരത്തിൽ അറസ്റ്റ് നീക്കത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എറണാകുളത്തുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇവിടെ എത്തുകയും അദ്ദേഹത്തെ കോയമ്പത്തൂരിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിന് പുറത്തു വെച്ചുള്ള റോഡിൽ വെച്ച് കാർ വളഞ്ഞിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂർ നിലവിൽ പുത്തൂർ എയർ ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ വലിയ എറണാകുളത്തുള്ള പ്രത്യേക സംഘങ്ങളുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള, അതായത് സമൂഹ മാധ്യമങ്ങളിലടക്കം നടി ഹണി റോസിനെ അപകീർത്തിപരമായ രീതിയിൽ മോശമായ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതായത് അദ്ദേഹത്തെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചു നടത്തുക എന്ന പരാതിയിൽ തന്നെയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തുന്നത്. ഏതായാലും എയർ ക്യാമ്പിനുള്ളിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഉള്ളത്. അതായത് രതീഷ്, ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണോ? കൊച്ചിയിൽ നിന്നുള്ള അന്വേഷണ സംഘമാണ് അവിടെ എത്തി ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുക തന്നെയാണോ? തീർച്ചയായും. ഏതായാലും രാവിലെയോടുകൂടിയാണ്, അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ അദ്ദേഹം, അതായത് അതിന്റെ കാർ മാർഗം അദ്ദേഹം കോയമ്പത്തൂരിലേക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് എസ്റ്റേറ്റിന് പുറത്തുള്ള റോട്ടിൽ വെച്ച് ഈ പ്രത്യേക അന്വേഷണ സംഘം കാർ വളഞ്ഞ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് 4 കിലോമീറ്റർ അകലെയുള്ള പുത്തൂർ വയൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തിച്ചു. അവിടെയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഉള്ളത്. എറണാകുളത്തുള്ള പ്രത്യേക സംഘവുമുണ്ട്. അവർ ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുകയാണ്. ഏതായാലും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹത്തെ എറണാകുളത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. രതീഷ്, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഹണി റോസ് ഇത്തരത്തിൽ ഒരു പരാതി പോലീസിന് നൽകിയിരുന്നത്. ആ പരാതി നൽകിയത് മുതൽ ബോബി ചെമ്മണ്ണൂർ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെ ആയിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ അദ്ദേഹം കോയമ്പത്തൂരിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുൻപായി തന്നെ എത്രയും പെട്ടെന്ന് അന്വേഷണ സംഘത്തിന് അദ്ദേഹത്തിനെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസം കഴിഞ്ഞ 2 ദിവസമായി തന്നെ ബോച്ചെ പോലീസിന്റെ ഒരു നിരീക്ഷണത്തിൽ തന്നെ ആയിരുന്നു എന്ന് തന്നെയല്ലേ പറയേണ്ടിയിരിക്കുന്നത്? തീർച്ചയായും. അതായത് ഹണി റോസിന്റെ പരാതി വന്ന നിമിഷങ്ങൾക്ക് തന്നെ അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്യുകയും ബോബി ചെമ്മണ്ണൂരിനായുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് അദ്ദേഹം രാത്രിയോടുകൂടി തന്നെ വയനാട്ടിലെത്തി. വയനാട്ടിൽ അദ്ദേഹത്തിന്റെ ബോച്ചെ 1000 ഏക്കറിൽ താമസിച്ചു. അവിടെ നിന്ന് രാവിലെ കാർമാർഗം കോയമ്പത്തൂരിലേക്ക് പോകാനുള്ള സൂചന പോലീസിന് ലഭിച്ചു. രക്ഷപ്പെടുമെന്നൊരു സൂചന ലഭിച്ചു. അത് മനസ്സിലാക്കി തന്നെയാണ് കൃത്യമായ രീതിയിൽ തന്നെ ഈ അന്വേഷണ സംഘം എറണാകുളത്തെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ സംഘം ഇവിടെ എത്തുകയും അദ്ദേഹത്തെ, അതായത് യാത്രാമധ്യ, അതായത് കോയമ്പത്തൂരിലേക്ക് യാത്ര തിരിക്കാനായി എസ്റ്റേറ്റിന് പുറത്തേക്ക് ഇറങ്ങിയ ഘട്ടത്തിൽ തന്നെ കാർ വളഞ്ഞുകൊണ്ട് അന്വേഷണ സംഘം ഈ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പിന്നീട് അതായത് വളരെ സുരക്ഷിതമായ കേന്ദ്രം എന്ന നിലയിലാണ് ഈ പുത്തൂർ വയലിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തിച്ചത്. ഇവിടെയാണ് ഇപ്പോൾ നിലവിൽ ബോബി ചെമ്മണ്ണൂർ ഉള്ളത്. ഇവിടെ പോലീസ് സംഘം അദ്ദേഹത്തെ വിശദമായ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യും. അതിനുശേഷം നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഉടൻ തന്നെ അദ്ദേഹത്തെ എറണാകുളത്തേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ചലച്ചിത്ര താരം ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിൽ ആയിരിക്കുന്നു. ശരി രതീഷ്, വ്യക്തമാണ്. ഏതായാലും തുടരുക. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും സാരംഗ് കൂടി ചേരുന്നുണ്ട് ഇതിന്റെ വിശദാംശങ്ങളുമായി. സാരംഗ്, ഇപ്പോൾ കൊച്ചി പോലീസാണ് വയനാട്ടിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ ഹണി റോസിന്റെ പരാതിയിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ വയനാട്ടിൽ ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നാണ് രതീഷ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കൊച്ചിയിലേക്ക് കൊണ്ടുവരുമെന്ന് അറിയുന്നു. കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞുള്ള തുടർന്നുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കും? നടി ഹണി റോസിനെതിരായ സൈബർ ആക്രമണ കേസിൽ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു. കൊച്ചിയിൽ നിന്നുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ വയനാട്ടിലെത്തി ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. വയനാട്ടിൽ നിന്ന് ഈ ചോദ്യം ചെയ്യലിന് ശേഷം ബോബി ചെമ്മണ്ണൂരിനെ അല്പസമയത്തിനകം തന്നെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുൻപായിരുന്നു നടി ഹണി റോസ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിക്കുന്നു ഒരാൾ എന്ന് ആരോപിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടത്. അതിനുശേഷം പോലീസിൽ പരാതി നൽകുന്നു. പരാതിക്ക് ശേഷവും
ഇത്തരത്തിൽ കമന്റുകൾ വരുന്നു. അതിനുശേഷം ഈ കമന്റ് ഇടുന്നവർക്കെതിരെയും പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏറ്റവും ഒടുവിലായി ഈ വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വിഷയവുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് വയനാട്ടിലെത്തി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വയനാട്ടിൽ ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിൽ നിന്ന് എത്തിയ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. സാരംഗ് ചേരുകയാണ്. സാരംഗ്, ഇപ്പോൾ വയനാട്ടിൽ ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നെത്തിയ പ്രത്യേക അന്വേഷണ സംഘം. എപ്പോഴാകും കൊച്ചിയിലേക്ക് എത്തിക്കുക? ശേഷം അവിടെയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? സ്വീകാർത്തിക, തീർച്ചയായിട്ടും നടി ഹണി റോസിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് ഒരു നിർണായക നടപടി തന്നെ ഉണ്ടായിരിക്കുകയാണ്. വ്യവസായി പ്രമുഖനായിട്ടുള്ള ബോബി ചെമ്മണ്ണൂരിനെ നിലവിൽ വയനാട് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വൈകുന്നേരത്തോടുകൂടി തന്നെയായിരിക്കും ഈ വയനാട് നിന്നും എറണാകുളം കേസ് നടക്കുന്ന സെൻട്രൽ സ്റ്റേഷനിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കുക. അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികൾ ഉണ്ടായിരിക്കുക. അതായത് ഇത് വൈകുന്നേരം എത്തിയ ശേഷമായിരിക്കും മറ്റ് നടപടികൾ. അതായത് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കണമോ അതോ അതുപോലെ തന്നെ മറ്റ് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷമായിരിക്കും നടപടികൾ ഉണ്ടാകുക. ഒരു പക്ഷേ ചിലപ്പോൾ നാളെ രാവിലെ ആയിരിക്കും ഇത്തരത്തിൽ കേസുകൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലാ കോടതിയിൽ, എറണാകുളം ജില്ലാ കോടതിയിൽ നാളെ ഹാജരാക്കുന്നതായിരിക്കും. മറ്റു കാര്യങ്ങൾ എന്തു തന്നെയായാലും ബോബി ചെമ്മണ്ണൂർ ഇവിടെ കൊച്ചിയിൽ എത്തിയ ശേഷമായിരിക്കും. എന്തുതന്നെയാലും ഈ നടിയുടെ പരാതിയിൽ ഒരു വലിയ നടപടി തന്നെ ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ നടി ബോബി ചെമ്മണ്ണൂരിന്റെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ രംഗത്ത് വരുന്നത്. സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് നടി ചെമ്മണ്ണൂരിന്റെ പേര് വെളിപ്പെടുത്തുന്നതും അതുപോലെ തന്നെ കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നതും. തുടർച്ചയായി ഇത്തരത്തിൽ പൊതുവേദികളിൽ വെച്ച് അശ്ലീല പദങ്ങളോടെ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു അധിക്ഷേപം നടത്തുക, ഇത് ഇയാൾ തുടർന്നുകൊണ്ടിരിക്കുകയും അത്തരത്തിലൊരു അവസ്ഥയിലാണ് നടിക്ക് മാനസികമായൊരു സംഘർഷം ഉണ്ടാകുന്നതും. പിന്നീട് നടി ഇയാളുടെ സ്ഥാപനങ്ങളുടെ മറ്റു ചടങ്ങുകൾക്ക് പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. ഈ വിവരം സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചതോടെയാണ് ഈ വിവാദങ്ങൾക്കെല്ലാം തുടക്കമാകുന്നത്. ഈ വിവാദങ്ങൾക്ക് തുടക്കമായതോടെ ഇത്തരത്തിൽ ഈ പോസ്റ്റിന് കീഴിൽ നിരവധി ആളുകളാണ് ഈ നടിക്ക് അശ്ലീല പരാമർശങ്ങളോടെ ഇത്തരത്തിൽ കമന്റുകൾ ഇടുന്നതും അതുപോലെ തന്നെ മറ്റു പോസ്റ്റുകൾ ഇടുന്നതും എല്ലാം ഉണ്ടായത്. ഇതിലെതിരെ നിലവിൽ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേസ് എടുത്തിട്ടുള്ള സെൻട്രൽ പോലീസ് സ്റ്റേഷൻ 30 പേർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത്. ഇവരിൽ ഒരാളാണ് നിലവിൽ എറണാകുളം ജില്ലയിൽ നിന്ന് കുമ്പളത്ത് നിന്നും അറസ്റ്റിലായിട്ടുള്ളത്. ഷാജി എന്ന ആളാണ് ഈ നടിയുടെ പരാതിയെ തുടർന്ന് അറസ്റ്റിലായിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റ് 30 പേര് ഇത്തരത്തിൽ മറ്റ് ഇതര ജില്ലക്കാരാണ്. അതുപോലെ തന്നെ ഈ കമന്റ് ഇട്ട അക്കൗണ്ടുകളിൽ ഫേക്ക് അക്കൗണ്ടുകളുണ്ട്. ശരി സാരംഗ്, എന്തായിരുന്നാലും ഈ ഒരു നടപടിയിൽ ആശ്വാസകരം ആയ ഒരു നടപടി ഉണ്ടായിരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് ഹണി റോസ് പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ രീതിയിൽ ഉടനടി പരാതിയിൽ പരിഹാരമുണ്ടാകുന്നത് തുടർന്നും ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നേരിടുന്ന നടിമാർക്കും അല്ലെങ്കിൽ മറ്റ് സ്ത്രീകൾക്കും എല്ലാം തന്നെ ഒരു പ്രചോദനമാകില്ലേ? ഇത്തരത്തിൽ ഈ ഒരു അന്വേഷണ സംഘത്തിന്റെ പെട്ടെന്നുള്ള ഇടപെടൽ വളരെ സഹായകരമാകില്ലേ? തീർച്ചയായിട്ടും സ്വീകാര്യത. ഇനി ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇത്തരത്തിൽ അധിക്ഷേപം നേരിടുന്ന പെൺകുട്ടികൾക്ക് പോലും അല്ലെങ്കിൽ നടിമാർക്കടക്കമുള്ളവർക്ക് ഒരു ആശ്വാസകരമായ ഒരു നടപടിയാണ് ഈ കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നടി പരാതി നൽകി 1-2 ദിവസങ്ങൾക്ക് ശേഷം തന്നെ വലിയ രീതിയിലുള്ള ഇടപെടലുകളാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ നടത്തിയിരുന്നത്. ഈ ഇത്തരത്തിൽ കമന്റ് ഇട്ട ആളുകളെ വിശദമായി പരിശോധിച്ചു. അതിനുശേഷം സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി ഇവരാരൊക്കെയാണെന്ന് കണ്ടെത്തി. അതിനുശേഷമാണ് ഇത്തരത്തിൽ കൊച്ചിയിൽ നിന്ന് കുമ്പളത്ത് നിന്നും ഈ ഷാജി എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതെല്ലാം എടുത്തു പറയേണ്ട ഒരു നടപടി തന്നെയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഏറ്റവും എടുത്തു പറയേണ്ട വലിയ ഒരു നടപടി തന്നെയാണ്. ഇനി ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം സൈബർ ആക്രമണങ്ങൾക്ക് നേരിടുന്ന പെൺകുട്ടികൾക്കായാലും അതുപോലെ തന്നെ നടികൾക്കായാലും ഒരു പ്രചോദനമാണ് ഇത്തരത്തിൽ രംഗത്ത് വരാനും അതുപോലെ തന്നെ ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ പരാതി കൊടുക്കാനും ഇത്തരത്തിൽ ഇതൊരു പ്രചോദനം കൂടിയായിട്ടാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വീകാർത്തിക.